വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വാഴച്ചുണ്ടും വൻപയറും വെച്ചുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: വൻപയർ 100 ഗ്രാം, വാഴച്ചുണ്ട് ഒരെണ്ണം, അരമുറി തേങ്ങ, 2 പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, 1 കഷ്ണം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ വാഴച്ചുണ്ട് അരിഞ്ഞെടുക്കണം, വൻപയർ വേവിച്ചെടുക്കണം, ഈ ചേരുവകളെല്ലാം ഒതുക്കിയെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാം. റെഡിയാക്കിക്കൊണ്ട് വന്നേ നമുക്കിനി വാഴച്ചുണ്ട് വൻപയർ തോരൻ വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണേ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണ ചൂടാവുമ്പം കടുകിടുക. കടുകോടെ കിടന്നൊന്ന് പൊട്ടട്ടെ. എൻ്റെ വീഡിയോയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കടുക് നല്ലവണ്ണം പൊട്ടിയേ നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാവേ. ഇത്ര അവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വാഴച്ചുണ്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. വാഴച്ചുണ്ട് അരിഞ്ഞ ശേഷം സ്വല്പം വെളിച്ചെണ്ണ ഇട്ടൊന്ന് തിരുമണേ. അതിൻ്റെ അകത്ത് നൂലും ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കണേ. നല്ലവണ്ണം ഇളക്കിയ ശേഷം അതിൻ്റെ അകത്തോട്ട് അരപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങായും ചെറിയ ഉള്ളിയും 1 കഷ്ണം വെളുത്തുള്ളിയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. അത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. അതിപ്പോൾ വഴന്ന് വേണമേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരുമാതിരി നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒക്കെ അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. വൻപയർ അതിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരണേ. ഇത് ചോറ് നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. മൂടി വെച്ച് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ വാഴച്ചുണ്ട് വൻപയർ തോരൻ റെഡി. നമുക്കിനി ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ വാഴച്ചുണ്ട് വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.